കനത്ത മഴയിലും കാറ്റിലും തൃശൂരിൽ നടു റോഡിലേക്ക് കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര വീണു. മുനിസിപ്പൽ ഓഫീസ് റോഡിലെ 4 നില കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് മേൽക്കൂര റോഡിലേക്ക് വീണത്. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലാണ് കെട്ടിടമുള്ളത്. റോഡിൽ വാഹനങ്ങൾ കുറവായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. വൈകുന്നേരമുണ്ടായ കാറ്റിലും മഴയിലുമാണ് തൃശൂർ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് മുകളിൽ നിന്നും ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് പതിച്ചത്. കനത്ത മഴയെ തുടർന്ന് ആളുകളും വാഹനങ്ങളും റോഡിലുണ്ടായിരുന്നില്ല. അപകടത്തെ തുടർന്ന് എംഒ റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. സാധാരണ വലിയ ജനത്തിരക്കും ഗതാഗത തിരക്കും അനുഭവപ്പെടുന്ന സ്ഥലത്താണ് അപകടം നടന്നത്. 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് റോഡിൽ വീണ മേൽക്കൂര പൂർണ്ണമായി നീക്കിയത്. 4 നില കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന മേൽക്കൂരയ്ക്ക് ബലക്ഷയം ഉണ്ടായിരുന്നെന്നും കോർപ്പറേഷന്റെ അലംഭാവമാണ് അപകട കാരണമെന്നും BJP കൗൺസിലർമാർ ആരോപിച്ചു. കഴിഞ്ഞ 1.5 മാസം മുമ്പ് ഉണ്ടായ വലിയ കാറ്റില് ഇതിന്റെ തൂണുകൾക്കെല്ലാം ഇളക്കം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്നേ ആ ബിൽഡിങ്ങിലുള്ള കടക്കാരൊക്കെ വന്ന് ഇവിടെ പരാതികളെ അറിയിച്ചാണ്. പക്ഷെ അത് വേണ്ട ഗൗരവത്തിലെടുത്തില്ല. അതിപ്പോൾ എന്താ പറയുക, ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാത്ത വലിയൊരു ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കും. നമ്മൾ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ പോലും ഈ ബലക്ഷയമായിട്ടുള്ള നഗരത്തിലെ കെട്ടിടങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളെ കുറിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കൗൺസിൽ യോഗങ്ങളിലൊക്കെ തന്നെ. അത് നടപടിയെടുക്കാൻ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതാണ് നമുക്കും ആശങ്കാജനകം ഉണ്ടാക്കുന്നത്. തൃശൂർ കോർപ്പറേഷന് കീഴിൽ 144 കെട്ടിടങ്ങൾക്ക് ബലക്ഷയമുണ്ടെന്നും പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. 144 ബിൽഡിംഗ് അപകടത്തിലാണ്. അതിനുള്ള പ്രൊക്കേഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ട്രസ്റ്റ് പ്രത്യേകിച്ച് ഇതുപോലെ അപകടമില്ലാത്ത വിധത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ തന്നെയാണ് തീരുമാനം. തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഗുരുതര അനാസ്ഥയാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചതെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ആരോപിച്ചു. കാറ്റിലും മഴയിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ജനം, തൃശൂർ.